അതേ മക്കളെ, ഈ വർഷത്തെ +2 ക്രിസ്മസ് എക്സാമിൻ്റെ വെയിറ്റേജിൽ നമുക്കൊരു മാറ്റം എന്തായാലും കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫിസിക്സിൻ്റെ വെയിറ്റേജ് +2ൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ വെയിറ്റേജ് ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടോളൂ. മാത്രമല്ല ഇതിൻ്റെ PDF താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ അതായത് ഓണം എക്സാമിന് നമ്മൾ പഠിക്കേണ്ടിയിരുന്ന ചാപ്റ്റർ, പക്ഷേ ഓണം എക്സാം നടന്നില്ല, പക്ഷേ ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് അത്ര മാർക്കിനൊന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, പിന്നീടുള്ള ചാപ്റ്ററിൽ നിന്ന് അത്ര മാർക്കിനൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. എന്നാൽ മെജോറിറ്റി ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് അല്ലെ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കിയാൽ EMI എന്നുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക്സ് വളരെ ചെറിയ ചാപ്റ്റർ ഉണ്ടില്ല, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് മാക്സിമം മാർക്ക് വന്നത് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് എന്നാണ് നമുക്ക് പറയാം. പക്ഷേ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ ആയിരിക്കുമോ? ഇതുപോലെ ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓണം എക്സാമിലുള്ള ഈ ചാപ്റ്റേഴ്സിൽ നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് അതിന്ന് ഇതിലും കൂടുതൽ, ഇപ്പോൾ ഇതിൽ കാണുന്നതിലും കൂടുതൽ മാർക്ക് വരാനാണ് ചാൻസ്. ഫിസിക്സിൻ്റെ കേസിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും ഇങ്ങനെയായിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2023 എന്ന് പറഞ്ഞ വർഷത്തിൽ +2കാർക്ക് എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? ഓണപ്പരീക്ഷ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഓണം എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണം എക്സാമിലുള്ള ചാപ്റ്റേഴ്സൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് ക്രിസ്മസ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, അവർ ക്രിസ്മസ് എക്സാമിന് വീണ്ടും ഓണം എക്സാമിന് ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര വെയിറ്റേജ് വരേണ്ട ആവശ്യമില്ല. ഈ വർഷം പക്ഷെ അങ്ങനെയല്ല. ഈ വർഷം നിങ്ങൾക്കറിയാം 2024 നിങ്ങൾ പഠിക്കുന്ന ഈ വർഷം ഓണം എക്സാം നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് നടന്നിട്ടുണ്ട്, ഒഫീഷ്യലി നടന്നിട്ടില്ല അല്ലേ? ഒഫീഷ്യൽ പ്രോസസ്സ് വഴി പ്രോപ്പറായിരുന്നാണ് നടന്നിട്ടില്ല. പ്രോപ്പറായിട്ട് നടന്നില്ല എന്ന് പറയുമ്പോൾ അർത്ഥം ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സബ്ജക്റ്റിന് പോലും നമുക്ക് ഗവൺമെൻറ് അയച്ചു തന്നിട്ടില്ല. ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളുകൾ പരീക്ഷ നടത്തിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യലി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം ഓണം പരീക്ഷ ഒഫീഷ്യലി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ മാറ്റം വരും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ +1ൻ്റെ കേസിൽ നിങ്ങൾ നോക്കുകയാണ്, ഈ വർഷം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. +1ൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ +1ൽ ഇതേപോലെ എന്താണ് ഒഫീഷ്യൽ ഓണം എക്സാം ഉണ്ടായിരുന്നില്ല. അതേപോലെ ഈ വർഷം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് അല്ലേ, നിങ്ങൾ കഴിഞ്ഞ വർഷം +1 ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റേജ് നോക്കിയിരുന്നെങ്കിൽ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെയും ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സിൻ്റെയും ഓൾമോസ്റ്റ് സിമിലർ വെയിറ്റേജ് ആണ്. എക്സാക്ട്ലി സെയിം അല്ല, പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ വെയിറ്റേജ് ആയിരിക്കും. ഫിസിക്സിന് മാത്രമല്ല, വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാ സബ്ജക്റ്റിലും. അപ്പോൾ ഈ ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ്, ഈക്വൽ വെയിറ്റേജ് എപ്പോഴായിരിക്കും വരിക? ഓണപ്പരീക്ഷ ഒഫീഷ്യലായിട്ട് നടക്കാത്ത വർഷങ്ങളിലാണ് ഈ ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷ നടക്കുമ്പോൾ ഓണപ്പരീക്ഷയുടെയും കൂടെ അത്യാവശ്യം നല്ല വെയിറ്റേജ് അങ്ങോട്ട് ചോദിക്കാം. ഇത് കഴിഞ്ഞ വർഷം +1 നടന്നിട്ടുണ്ട്, ഈ വർഷം +1 നടക്കും. ഈ വർഷം അത് +2കാർക്കും കൂടെ ഇതുപോലെ ആയിരിക്കും നടക്കുക. കാരണം ഈ വർഷം നിങ്ങൾക്കും എന്താണ് ഒഫീഷ്യലി ഒരു ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾ അവസാനം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവസാനം മനസ്സിലാക്കേണ്ട കാര്യം എത്രയെന്ന് വെച്ചാൽ, നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സിനെ നിങ്ങൾക്ക് തീരെ പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ +2യുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിന് കൊടുക്കണം. ഇതൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒന്ന് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളത് പഠിക്കേണ്ടി വരും, കാരണം ഇവിടെ വെയിറ്റേജ് കൂടാനാണ് സാധ്യത. മാത്രമല്ല നിങ്ങൾ പബ്ലിക് എക്സാമിന് നമുക്ക് ഇനി കുറേ സമയമൊന്നുമില്ല. നമുക്ക് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ജാനുവരി, ഫെബ്രുവരി 2 മാസമേ ഉള്ളൂ. പിന്നെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താണ്? ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് തന്നെ ഈ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആയിരിക്കും മിക്കത് പഠിച്ചതായിരിക്കും. അപ്പോൾ പഠിച്ച സാധനം ഒന്നുകൂടി റിവൈസ് ചെയ്ത് അതിന് ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ യൂട്യൂബിൽ എൻ്റെ വൺ ഷോട്ട് എല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ്, ബാച്ചിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും പഠിച്ചെടുക്കാനുള്ള അവസരം എക്സാമിനർ തരുന്നുണ്ട്. ഫ്രീ ആയിട്ടാണെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, പഠിക്കാത്തൊരു പഠിച്ചെടുക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. പബ്ലിക് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കെങ്കിലും ഒന്ന് കൂട്ടിയിട്ടോളൂ. ആ ഒരു 2 മാർക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്റേഴ്സ് നമുക്ക് കുറഞ്ഞു കിട്ടും. റേ ഒപ്റ്റിക്സ് ചിലപ്പോൾ 14 പകരം 12 വരുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് 8 പകരം 10 ആയിരിക്കും വരാൻ ചാൻസ്. ഇതൊക്കെ ചാൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ നമ്പറിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ലോണം ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിന് പഠിക്കണം. അത് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെ +2 പബ്ലിക് എക്സാമിന് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ വിരൽ തുമ്പിൽ വരെ ഉണ്ട്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ജസ്റ്റ് പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ വിത്ത് എക്സാമിനർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് ആ ചാപ്റ്റർ അവിടെ കിടപ്പുണ്ട്.
അത് കാണണോ പഠിക്കണോ എന്നുള്ള കാര്യം നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സ് നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ ക്രിസ്മസ് എക്സാം വന്നാലും പബ്ലിക് എക്സാം വന്നാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാക്സിമം മാർക്ക് നേടാനുള്ള എല്ലാ ചാൻസും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണേൽ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് അടുത്ത ഇതുപോലത്തെ ക്രിസ്മസ് എക്സാമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആ ടോപ്പിക് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പറയുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ലൈവ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്, അതിൽ വന്ന് പങ്കെടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും നമ്മൾ തകർത്തിരിക്കും.